മൈക്രോണാക്ക് മൈക്ക് ഓഫായി പോയതാണ്. ഓക്കെ, മീൻ ആൻഡ് വേരിയൻസ് ഓഫ്, അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാല് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ മീനും വേരിയൻസും ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ജനറൽ ആയിട്ട് പറയാണ് x1, x2, x3 എക്സെട്ര. xn ആണെങ്കിൽ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി p of x, p1, p2, p3 എക്സെട്ര. pn ആണെങ്കിൽ ഇതിന്റെ മീൻ എന്ന് പറയുന്നത് മീൻ ഈക്വൽ ടു, മീനെ കണ്ടുപിടിക്കാൻ എക്സ്പെക്ടേഷൻ എന്നും പറയും. എക്സ്പെക്ടേഷൻ ഓഫ് മീൻ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയും പറയും ഓർ മീൻ ഓഫ് എക്സ്. മീൻ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n xi പി ഐ. അതായത് മീൻ ആയതുകൊണ്ട് അതിനെ മ്യൂ എന്നുള്ള സിമ്പിൾ കൊണ്ടും ഡിനോട്ട് ചെയ്യും. ഒന്നുമില്ല, ഏതൊരു റാൻഡം വേരിയബിൾ എക്സിന്റെ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ഇ ഓഫ് എക്സ് കണ്ടാൽ മതി. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് xi ഇൻറ്റു പി ഐ. അതായത് ഓരോ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി ഇൻറ്റു ചെയ്യാം. x1, p1 ഇതെന്ന് പറഞ്ഞാൽ i1 ആണെങ്കിൽ ഇതെന്താവും i1 to n ആണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ 1 to n എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഐക്ക് 1 ഇട്ട് കൊടുത്താൽ x1 p1 പ്ലസ് ഇനി ഐക്ക് 2 ഇട്ട് കൊടുത്താൽ ഇതെന്താവും x2 p2 പ്ലസ് ഐക്ക് 3 ഇട്ട് കൊടുത്താൽ x3 p3 പ്ലസ് എക്സെട്ര. ഐക്ക് n ഇട്ട് കൊടുത്താൽ xn pn. ഇതാണ് മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ. ഒന്നുമില്ല, ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് p1, x2ന് കറസ്പോണ്ടിങ് ആയിട്ട് p2 ഇത് തന്നാല് ഈ x1നെ p1 കൊണ്ട് ഇൻറ്റു ചെയ്യുക, x2നെ p2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, x3നെ p3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതുപോലെ xnനെ pn കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് കംപ്ലീറ്റ് ആഡ് ചെയ്ത് എഴുതിയാൽ നമുക്ക് മീൻ കിട്ടും. അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് സിമ്പിൾ ഇതാണ്, സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയർ ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് ഓർ അതിനെ നമ്മൾ വി ഓഫ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വി ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഈ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച മീനാണ്. ഇവിടുത്തെ ഇതാണ് ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ഇതാണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് സ്ക്വയർ ഇൻറ്റു, അതായത് xi സ്ക്വയർ പി ഐ. xi സ്ക്വയർ പി ഐ. വേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡീവിയേഷൻ. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുമില്ല, മീൻ എന്ന് പറയുന്നാല് ഏതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇ ഓഫ് എക്സ് ചെയ്താൽ മതി. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിന്റെ മീൻ കണ്ടുപിടിക്കാനുള്ള, ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോം ഇതാണ്. ഇ ഓഫ് xi ഇൻറ്റു പി ഐ. സിഗ്മ ഈക്വൽ ടു 1 to n xi പി ഐ.
അതുപോലെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. വി ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അതിനകത്ത് ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത മീനാണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഐ ഇൻറ്റു പി ഐ. ക്ലിയർ അല്ലേ? ഇത് ഫോർമുലയാണ്, പഠിച്ചു വെക്കണം. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇനിയുള്ള അങ്ങോട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിലെല്ലാം യൂസ് ചെയ്യുന്ന സാധനമാണ്, അതുകൊണ്ട് പഠിച്ചു വെക്കണം. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ട്, ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം എടുത്തതിന്റെ നോട്ട് ഞാൻ ഇൻവൈസിൽ ഇട്ടിട്ടുണ്ട്. ഡൗട്ടുള്ള ആളൊന്ന് എടുത്ത് നോക്കിക്കോ. എല്ലാരും നോട്ട് ചെയ്യണേ. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ ഇൻറ്റു പി ഐ ആണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാല് എക്സ് ഐ സ്ക്വയർ ഇൻറ്റു പി ഐ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാല് സ്ക്വയർ റൂട്ട് ഓഫ് വി ഓഫ് എക്സ് ആണ്, വേരിയൻസ് ആണ്. വേരിയൻസ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. കംപ്ലീറ്റ് ആയില്ലേ? അടുത്തത് ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്, എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് പ്രൂഫ് ഒന്നും വേണ്ട, ഇത് പഠിച്ചു വെച്ചാൽ മതി. ഇ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു രണ്ട് വേരിയബിൾ എക്സും വൈയും വേറെ വേറെ ഡിഫറെന്റ് റാൻഡം വേരിയബിൾ ആണ്. അപ്പൊ ഇ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇ ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് വൈ ആണ്. അതുപോലെ ഇ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാല് എയും ബിയും കോൺസ്റ്റന്റ് ആണ്. എ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ബി ആണ്. വേർ എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ്. എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ്. അതുപോലെ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു, ഇത് ക്യാപിറ്റൽ എക്സ് ആണ്. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ്. അവിടെ ബി ഉണ്ടാവില്ല, എന്റെ സ്ക്വയറും വി ഓഫ് എക്സും മാത്രമേ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണേ. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ക്വസ്റ്റ്യൻ ഇതാണ്. എ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ്, എ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് has a following probability distribution. A random variable capital S has a following probability distribution. A random variable capital S has a following probability distribution. Distribution ഇതാണ്. x corresponding f of x അല്ലെങ്കിൽ p of x. x എന്ന് പറഞ്ഞാൽ -2, -1, 0, 1, 2, 3. Corresponding probability 1/10, k, 1/5,
2k 3/10 3k. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട്, ഒന്നാമത്തെ കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മീൻ ആൻഡ് വേരിയൻസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇ ഓഫ് 4x plus 5, നാലാമത്തെ ക്വസ്റ്റ്യൻ വി ഓഫ് 4x plus 5. ക്വസ്റ്റ്യൻ ഇതാണ്. എ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ ഹാസ് എ ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എക്സ് റാൻഡം വേരിയബിൾ എക്സിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. -1, -2, -1, 0, 1, 2, 3. കറസ്പോണ്ടിങ് പി ഓഫ് എക്സ് 1/10 k, 1/5 2k, 3/10 3k. അതിൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കെന്റെ വാല്യൂ ആണ്. കെന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? നിവേദേ, ഒരു റാൻഡം വേരിയബിൾ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് പി ഓഫ് എക്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോപ്പർട്ടി അപ്ലൈ പറയടോ. പ്രോബബിലിറ്റിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. ടോട്ടൽ പ്രോബബിലിറ്റി എത്രയായിരിക്കും? അമിത്തെ, കെ എങ്ങനെ കണ്ടുപിടിക്കുക? അതിപ്പോ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടല്ലേ? നീ എന്തിനാ ഇടക്ക് മൈക്ക് ഓഫ് ആക്കുന്നത്? തേച്ചും പറഞ്ഞ അതിന്റെ ഓഫ് ആക്ക്. അഖിൽ, കെന്റെ വാല്യൂ കണ്ടുപിടിക്കുക? പറഞ്ഞോ, തെറ്റുന്നുണ്ട് തെറ്റിക്കോട്ടെ. രാഹുൽ, കെന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? f(0) അല്ല f(-2) വാല്യൂ ആഡ് ചെയ്തിട്ട് 1 അങ്ങനെയല്ല. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. അതായത് പ്രോബബിലിറ്റിന്റെ പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു xi, i ഈക്വൽ ടു 1 to infinity അല്ല 0 to infinity 1 ആയിരിക്കും. അപ്പൊ ഈ ടോട്ടൽ ആഡ് ചെയ്താൽ മതി. 1/10 പ്ലസ് കെ പ്ലസ് 1/5 പ്ലസ് 2k പ്ലസ് 3/10 പ്ലസ് 3k ഈക്വൽ ടു 1. അതിനകത്ത് നിന്ന് നമുക്ക് കെ കണ്ടുപിടിക്കാം. ഡിനോമിനേറ്റർ 10 ആക്കിയാൽ മതി. LCM എടുത്തിട്ട് കെന്റെ ഇതെല്ലാം ആഡ് ചെയ്താൽ മതി. കെ പ്ലസ് 2k പ്ലസ് 3k ഉണ്ട്. അപ്പൊ 6k പ്ലസ് 1/10 പ്ലസ് 1/5 പ്ലസ് 3/10 ഈക്വൽ ടു 1 അല്ലെ? അപ്പൊ 6k പ്ലസ് ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കിയാല് 10 ആക്കിയാല് 1 പ്ലസ് 5ന്റെ എടുക്ക 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 10 കിട്ടും. അപ്പൊ ആ 2 1നോട് ഇൻഡ് ചെയ്ത 2 പ്ലസ് 3 ഈക്വൽ ടു 1. 6k പ്ലസ് 6/10 ഈക്വൽ ടു 1. 6k ഈക്വൽ ടു 1 മൈനസ് 6/10 ഈക്വൽ ടു 10 മൈനസ് 6 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 4/10. 4/10 എന്ന് പറഞ്ഞാല് 2 വെച്ച് കട്ട് ചെയ്ത 2/5. അപ്പൊ 6k ഈക്വൽ ടു 2/5 ആണ്. k ഈക്വൽ ടു
2/5 ഇൻറ്റു 1/6. അപ്പോൾ 6ഉം ഇതും ക്യാൻസൽ ചെയ്യാം. 1 1/15. k ഈക്വൽ ടു 1/15 ആൻസർ കിട്ടും. എല്ലാരും നോട്ട് ചെയ്യണേ. കംപ്ലീറ്റ് ആയോ? ഇനി ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് കെന്റെ വാല്യൂ കണ്ടുപിടിച്ച് കെന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ആ കെന്റെ വാല്യൂ ഈ കറസ്പോണ്ടിങ് പി ഓഫ് എക്സിനകത്ത് ഇട്ട് കൊടുത്തിട്ട് മീൻ കണ്ടുപിടിക്കുവാന്ന് വേണ്ട. മീൻ എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ്. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. എക്സ് കറസ്പോണ്ടിങ് പി ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ -1 അല്ല -2 -1 0 1 2 3 ആണ്. കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/10 ആയിരുന്നു. -1ന് കറസ്പോണ്ടിങ് ആയിട്ട് കെ ആണ്. കെന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 1/15 ആണ്. 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1/5 ആണ്. നിങ്ങൾ നോക്കിയാൽ മതി. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 2k ആണ്. അപ്പൊ 2k എന്ന് പറഞ്ഞാൽ 2/15 വരും. 1/15 ആണ് k. 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 3/10 ആണ്. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 3k ആണ്. അപ്പൊ 3/10 വരും. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇ ഓഫ് എക്സ് ആണ്. ഇ ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ i ഈക്വൽ ടു 1 to n xi pi ആണ്. xi pi എന്ന് പറഞ്ഞാൽ പി ഓഫ് xi ആണ്. ഇവിടെ i1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റാൻഡം വേരിയബിൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പം ഇത് കംപ്ലീറ്റ് ഇൻറ്റു ചെയ്ത് എഴുതുക. അതായത് -2 xi എന്ന് പറഞ്ഞാൽ ഇത് -2 ഇൻറ്റു 1/10 പ്ലസ് -1 ഇൻറ്റു 1/15 പ്ലസ് 0 ഇൻറ്റു 1/5 പ്ലസ്, മനസ്സിലാകുന്നില്ല? ഇത് -2 ഇൻറ്റു 1/10 -1 ഇൻറ്റു 1/15 0 ഇൻറ്റു 1/5 അങ്ങനെ ഓരോന്ന് ഇൻറ്റു ചെയ്ത് എഴുതുക. 1 ഇൻറ്റു 2/5 പ്ലസ് 2/10. ഒന്നിന്റെ അടിയിൽ 2 ഇൻറ്റു 1/15 അല്ലേ വരൂ? ഒന്നിന്റെ അടിയില് 2 ഇൻറ്റു 1/15 1ന്റെ 2/10 അല്ലേ? 2/15 ആണ്. സോറി, കെന്റെ വാല്യൂ 15 ആയതുകൊണ്ട് 10 അല്ലേ, 15 ആണ്. 2 ഇൻറ്റു 3/15
അല്ല, ഇവിടെ 3/10 അല്ലേ? 2ന്റെ അടിയിൽ 3/10 അല്ലേ? മിനിറ്റ്, അത് നമുക്ക് അവിടെ തന്ന വാല്യൂസ് തന്നെയാണ്. ഇത് 3/10 തന്നെയാണ്. വണ്ണിനടിയില് 2k ആണ്. അപ്പൊ 2/15. 2ന്റെ താഴെ 3/10 തന്നെയാണ്. ഇത് 3/10 ആണ്. ഇത് 1 into 2/15, 2 into 3/10 plus 3 into 3/15. ഇത് സോൾവ് ചെയ്താല് ഇ ഓഫ് എക്സ് കിട്ടും. ഇപ്പോ 3ന്റെ അടിയിൽ 1/5 വരണ്ടേ? 3ന്റെ അടിയില് 3k അല്ലേ വന്നത്? അപ്പൊ 3 into 1/15, അപ്പൊ 3/15 വരും. ത്രീന്റെ അടിയിൽ 3k ആയിരുന്നില്ലേ? എന്ത് ഇത് മാറ്റിയ? ഇതുണ്ടോ? 3ന്റെ അടിയിൽ 3k ആണ്. ഇതുണ്ടോ? അപ്പൊ 3 into 1/15 വരും. അത് ഷോർട്ട് ആക്കണ്ട. എന്താണ്? ഒന്ന് സൗണ്ടിൽ പറയോ? ക്ലിയർ ഇല്ല. 1/5 എഴുതാൻ പറ്റുമോ? ആ, എഴുതാം. അത് കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്തിട്ട് എഴുതാം. അപ്പൊ 3 into 1/5 എഴുതാ. അപ്പൊ 3/5 ആകാം. അപ്പൊ സിംപ്ലിഫൈ ചെയ്താല് -2/10 minus 1/15 0 plus 2/15 plus 6/10 plus 9/15. ഇനി ഇതെല്ലാം ഒരുമിച്ച് ഡിനോമിനേറ്റർ സെയിം ഉള്ളതെല്ലാം ഒരുമിച്ച് എഴുതിയാല് -2/10 plus 6/10 minus 1/15 plus 2/15 plus 9/15. ഇത് ചെയ്താല് 4/10. 4/10 minus 1/5 2/5 1/15 അല്ലേ? ഇപ്പൊ 1/15 വരും. ഇത് 10/15 വരും. പ്ലസ് 10/15. ഡിനോമിനേറ്റർ സെയിം ആക്കിയാല് 13 ആക്കാം. LCM 13 ആണ്. അപ്പോ 3 കൊണ്ട് 12 plus 20 32/30 വരും. 2 വെച്ച് കട്ട് ചെയ്താല് 16/15 വരും. 2 വെച്ച് കട്ട് ചെയ്താല് 16/15 വരും. ഇതാണ് മീൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇവിടെ എഴുതിക്കോട്ടാം. മീൻ ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു, ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ മതി, xi ഇൻറ്റു പി ഓഫ് എക്സ് ഐ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ഓഫ് എക്സ് ആണ്. വി ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഈ ഇ ഓഫ് എക്സ് നമ്മൾ ഇപ്പൊ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണ്ടേ? ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതുക. സിഗ്മ ഈക്വൽ ടു 1 to n xi സ്ക്വയർ ഇൻറ്റു പി ഐ. xi സ്ക്വയർ എന്ന് പറഞ്ഞാല് ഈ മേലത്തെ ഇതിന്റെ സ്ക്വയർ ഇങ്ങനെ എഴുതിയാൽ മതി. -2 സ്ക്വയർ ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 1/10 പ്ലസ് -1 സ്ക്വയർ ഇൻറ്റു 1/15 പ്ലസ് 0 സ്ക്വയർ ഇൻറ്റു 1/5 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 2/15 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 3/10 പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 3/15.
ചെയ്താല് 4/10 പ്ലസ് 1/15 പ്ലസ് 0 പ്ലസ് 2/15 പ്ലസ് 12/10 പ്ലസ് 9 into 3 27 divided by 15. ഇത് ആഡ് ചെയ്താല് ഇ ഓഫ് എക്സ് സ്ക്വയർ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയേ. അത് ചെയ്താല് ആഡ് കംപ്ലീറ്റ് ചെയ്താല് ഫൈനൽ ആൻസർ ഇതാണ് 54 divided by 50. ചെയ്ത് നോക്കണേ. അതാണ് ഇ ഓഫ് എക്സ് സ്ക്വയർ. നമുക്ക് വേണ്ടത് വി ഓഫ് എക്സ് ആണ്. വി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയോ എല്ലാരും? സ്ലൈഡ് മാറ്റട്ടെ. ആയില്ല? കംപ്ലീറ്റ് ആണോ? അല്ല. കംപ്ലീറ്റ് ആയവര് ഈ വി ഓഫ് എക്സിന്റെ അകത്ത് ഇതിന്റെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. 50 ഇ ഓഫ് എക്സ് സ്ക്വയറിന്റെ വാല്യൂ 54 divided by 15 ആണ്. ഇ ഓഫ് എക്സിന്റെ വാല്യൂ 16 divided by 15 ആണ്. വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. വി ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാല് 54 divided by 15 minus e of x whole square 16 divided by 15 square. ഇത് സിംപ്ലിഫൈ ചെയ്താല് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 5. അത് ചെയ്ത് നോക്കണേ. കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 554 divided by 225 എന്ന് ചുരുക്കിയാ ഇങ്ങനെ കിട്ടും 2.4622. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണേ. എന്താണ്? ആരാണ്? മുഹമ്മദ്? ഓക്കെ. മൂന്നാമത്തെ കണ്ടുപിടിക്കേണ്ടത് ഇതും കൂടി ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. സി ഈക്വൽ ടു ഇ ഓഫ് 4x പ്ലസ് 5 ചെയ്യണം. അപ്പൊ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. 4 into ഇ ഓഫ് എക്സ് പ്ലസ് 5. ഇ ഓഫ് എക്സ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 into 16 divided by 15 plus 5. അത് സിംപ്ലിഫൈ ചെയ്താല് അതിന്റെ ആൻസർ കിട്ടും. പിന്നെ വി ഓഫ് 4x പ്ലസ് 5 എന്ന് പറഞ്ഞാല് ഇതാണ് 4 സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ്. അപ്പൊ 16 ഇൻറ്റു ഇവിടെ കിട്ടിയ 2.4622. ഇത് ചെയ്താൽ മതി. ഞാൻ ഫസ്റ്റ് മോഡ്യൂളിന്റെ അസൈൻമെന്റ് ഒരു അസൈൻമെന്റ് അവർ ഇല്ലേ, അതിന്റെ അസൈൻമെന്റ് ലിൻവേസിൽ ഇടുക. അപ്പോ ഒരു മോഡ്യൂൾ കഴിയുമ്പോഴത്തേക്ക് എല്ലാ പ്രോബ്ലംസ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അസൈൻമെന്റിന്റെ അവറിന്റെ അറ്റൻഡൻസ് തരും കേട്ടോ. ഇന്നും നാളെയായിട്ട് ഞാൻ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഇടാം, ഓരോന്നോരോന്ന് ചെയ്ത്. പക്ഷേങ്കിൽ മോഡ്യൂൾ കഴിയുമ്പോഴത്തേക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ടൈമായി. ഓക്കെ, താങ്ക് യു.
ചാറ്റ് ബോക്സിൽ ഇട്ടോട്ടാ അറ്റൻഡൻസ്. പറയാത്തവര് മാത്രം ഇട്ടാ മതി.